നിനക്ക് ഈ സ്ഥലത്തെ പറ്റി വല്ല അറിയാമോ? എന്താ മോനെ അറിയാനുള്ളത്? പശുവിന് കൊടുക്കുന്ന പുല്ല് വളർന്നു കിടക്കുന്ന കണ്ടം, അവിടെ ഇന്ന് മൂത്രം ഒഴിക്കുന്ന അപ്പൂപ്പനെ മൂത്രം ഒഴുകി വരുന്ന വെള്ളം, ഇതിക്കുള്ളൊക്കെ എന്താടാ? അതൊന്നും അല്ലടാ. നീ ഈ സ്ഥലം കണ്ടോ? ഈ സ്ഥലത്തിന്റെ പുറകിലെ ഒരു നിഗൂഢതയുണ്ട്. നിനക്കറിയോ അത്? എന്താടാ താനീ പറയുന്നേ? സിറ്റിന്ന് വന്ന് എന്നെയാണോ നീ പേടിപ്പിക്കാൻ നോക്കുന്നത്? കണ്ണാടി കണ്ടിട്ട് മനസ്സിലായില്ലൂടെ? എൻജോയിങ് സിറ്റി ലൈഫ്. അഞ്ചു ആയാലും ചിഞ്ചു ആയാലും ഇത് പ്രേതപ്പറമ്പ. മിസ്റ്റർ ലഹാൻ, നിങ്ങളൊരു കാര്യം മറക്കുന്നുണ്ട്. ഏതൊരു പ്രേതത്തിന്റെ പിന്നിലും ഒരു ഗതയുണ്ട്. ഒരു ഗത. കഥയോ? കഥയൊക്കെ ഒരു വലിയ കഥയാണ്. എന്നാ നീ കഥ ഉണ്ടാക്ക്, ഞാനൊന്ന് മൂത്രച്ചിട്ട് വരാം. അരുത്, അതെടുത്ത് ഇടരുത്. അരുതെന്നോ? എടാ തിരിച്ചെടുത്ത് ഇട്ടോ ഒഴിച്ചിട്ട്. രണ്ടുപേരെ ചത്തുപോയി. അത് കുഴപ്പമില്ല, അവ എഴുന്നേറ്റോളും. അത് ഇന്നലെ ടക്കാമക്കിടെ മൈൻ കിടക്കുക. അല്ല അങ്കിൾ, ആക്ച്വലി ഇവിടെ എന്തോ പ്രീതമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. പ്രീതം ആ സത്യം വേണോ അങ്കിൾ? നീയൊക്കെ എന്തോ കാണിച്ചെന്നറിയാമോ? ഈ സ്ഥലം എന്തോന്നറിയാമോ? ദാ കാണുന്ന എന്റെ മച്ചന്റെ കല്ല്. അങ്കിൾ, ഇത് മച്ചന്റെ മൂത്രത്തിൽ കല്ലാണോ? എന്നാലും ഇത്രയും വലിയ കല്ലൊക്കെ സമ്മതിക്കണം. ഓ എടാ, ഈ കല്ലിരുന്ന് എന്റെ മച്ചൻ പെടുത്തത് അറിയോ? അതും ആ മൂത്രത്തിൽ തന്നെ. അതിനുശേഷം എന്റെ മച്ചാന്റെ പ്രേതം ഇവിടെ തന്നെ ഉണ്ട്. വരുന്നവരെല്ലാം മൂത്രമൊഴിക്കാൻ വിളിക്കും, എന്നിട്ട് ഇവിടെ ഇട്ട് കൊല്ലും. സരസ് മോളെ, അന്നയുടെ ഒറ്റയ്ക്കാ. പെട്ടെന്ന് ഇപ്പൊ വന്നതാണേ. വല്യത്തെ തണുപ്പ് ഇതൊന്ന് കിടപ്പ് കിടക്കും. പെട്ടെന്ന് വന്നോടി എന്റെ കൊച്ചു കള്ളി.